കൂർക്കഞ്ചേരി ശ്രീ ബോധാനന്ദ LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ യുവതി കൈക്കുഞ്ഞുമായി വോട്ട് ചെയ്യാൻ കാത്തിരുന്നത് 4.5 മണിക്കൂർ. ഇടത് ചൂണ്ടുവിരലിലെ മുറിവിൽ തുന്നലിട്ടതിന്റെ ബാൻഡേജ് ഉള്ളതിനാൽ പ്രിസൈഡിംഗ് ഓഫീസർ മഷിയടയാളം പതിപ്പിക്കാനുള്ള സാങ്കേതിക തടസ്സമുന്നയിച്ചതാണ് പ്രതിസന്ധിയും സംഘർഷാന്തരീക്ഷവും സൃഷ്ടിച്ചത്. കണ്ണംകുളങ്ങര പെരിയത്ര സന്തോഷിന്റെ മകൾ അക്ഷയയാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് തടസ്സപ്പെട്ടതോടെ വിഷമാവസ്ഥയിലായത്. യുവതിയെ ചികിത്സിച്ചതിന്റെ മെഡിക്കൽ രേഖകൾ കൊണ്ടുവന്ന് കാണിക്കാൻ തയ്യാറായപ്പോൾ അത് നോക്കാൻ തയ്യാറാകാതെ ഇടത് ചൂണ്ടുവിരലുള്ളപ്പോൾ മറ്റു വിരലിൽ മഷി പതിപ്പിക്കാൻ ചട്ടം അനുവദിക്കുന്നില്ലെന്ന കടുത്ത നിലപാട് സ്വീകരിക്കുകയായിരുന്നു പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് അക്ഷയയുടെ കൂടെ ഉണ്ടായിരുന്ന LDF പ്രവർത്തകൻ പറഞ്ഞു. 1 മണിക്ക് കുട്ടി അതിൻ്റെ കൊച്ചിനെയും കൊണ്ട് അച്ഛനടക്കം വോട്ട് ചെയ്യാൻ വന്നു. അച്ഛൻ വോട്ട് ചെയ്ത് ഈ കുട്ടിയുടെ കയ്യുമ്മ 15 സ്റ്റിച്ച് 6-ാം തീയതി സംഭവിച്ചതാണ്. അത് പഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അത് അഴിച്ച് കാണാൻ ഈ വിരലിങ്ങനെ ഇരിക്കുമ്പോൾ മറ്റു വിരലുമ്മേ മഷി തേക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് ആൾ പറയുന്നത്. എന്നാലും അവർ വീട്ടിൽ പോയിട്ട് അതിൻ്റെ രേഖകളൊക്കെ എടുത്തുവന്ന് ആസ്പത്രി രേഖകളും എക്സ്റേ അടക്കം കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നിട്ട് കയറുമ്പോൾ ഞാനടക്കം കയറി ഞാൻ സംസാരിച്ചു, ആ മാഡത്തിനോട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു വിരലില്ലെങ്കിൽ അടുത്ത വിരലുമ്പോൾ മഷി തേക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതിന് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി മുകളിൽ നിന്ന് കളക്ടർ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഇത് നടക്കുമോ എന്ന് ചോദിച്ചു. ആ ചോദിച്ചത് ആ മാഡത്തിന് തീരെ ഇഷ്ടമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ. അപ്പോൾ തന്നെ ആൾ എന്നോട് പറഞ്ഞ ഭാഷ, നിങ്ങൾ കളക്ടറല്ല ഏത് മുകളിൽ നിന്ന് ആരെ വിളിച്ച് പറഞ്ഞാലും ശരി ഇവിടുത്തെ പരമാധികാരി ഞാനാണ്, ഞാൻ തീരുമാനിക്കുന്നത് ഇവിടെ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട ഭാഷ കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ പന്തികേട് തോന്നി. ഞാൻ അന്ന് തന്നെ മാഡം തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് പോകുന്നു. ആ കുട്ടി അവിടെ കുറേ നേരം നിന്നു. ആ കുട്ടി പിന്നെ കരഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവരൊന്നും പറഞ്ഞില്ല, എൻ്റെ ഒരു ഇതും എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഞാൻ മോൾ കരയണ്ട, അവിടെ നിൽക്ക്, തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മോളിലേക്ക് മറ്റുള്ളവരെയൊക്കെ അറിയിച്ച് എല്ലാവരും വന്ന് പിന്നെയാണ് ഇത്. പിന്നെ പലരും വന്ന് എല്ലാ അധികാരികളെയും വിളിച്ച് വരുത്തി അവർ സംസാരിച്ചിട്ടും ആൾ ഒരു നിലയ്ക്കും ആളുടെ തീരുമാനമാണ് പരമാധികാരം, ഇതിൻ്റെ ഉള്ളിൽ വേറെ ആര് പറഞ്ഞിട്ട് ഞാൻ അതനുസരിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഇതാണ് ഇത്തരത്തിലെത്തിയത് ഈ പ്രശ്നം. സംഭവം LDF പ്രവർത്തകർ അറിയിച്ചതിനെ തുടർന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ, CPM ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട തുടങ്ങിയവരും രാഷ്ട്രീയ പ്രവർത്തകരും സ്ഥലത്തെത്തിയതോടെ തർക്കം രൂക്ഷമായി. യുവതിയെ വോട്ട് ചെയ്യിക്കുകയും പ്രിസൈഡിംഗ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാറും അനൂപ് ഡേവിസ് കാടയും ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. മെഡിക്കൽ രേഖകൾ കാണിച്ചു, എക്സ്റേ കാണിച്ചു, ഡോക്ടർമാരോട് വന്നിട്ട് അവർ സമ്മതിച്ചിട്ടില്ല. അവര് പറയുന്നത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് മൂടിക്കെട്ടിയിരിക്കുന്ന തുണി അഴിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത്. എക്സ്റേ പോരാന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്താലും പറ്റില്ല എന്ന് പറയാണ്. അവർക്ക് രാഷ്ട്രീയം ഉണ്ടോ ഞാൻ സംശയിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ ഞാൻ സംശയിച്ചിട്ടില്ല. അവർക്ക് രാഷ്ട്രീയം ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. മറ്റു ബൂത്ത് ഏജന്റുമാർക്ക് ഒരു പരാതിയില്ലല്ലോ. ഇപ്പൊ BJPയുടെ ബൂത്ത് ഏജന്റിനോ UDFന്റെ ബൂത്ത് ഏജന്റിനോ ഒന്നും ഒരു പരാതിയില്ല. പരാതിയില്ലാത്ത ഒരു വോട്ടറെ വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് പകരം അവർ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രിസൈഡിംഗ് ഓഫീസർ ഡിസ്ക്രിപ്ഷൻ അല്ല, ഡിസ്ക്രിപ്ഷന്റെ ലംഘനമാണ്. ഇനി ടെൻഡർ വോട്ട് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ പറ്റില്ല, ടെൻഡർ വോട്ട് ചെയ്യിപ്പിക്കാം, അത് ചെയ്യുന്നില്ല. കളക്ടർ പറഞ്ഞു, റിട്ടേണിംഗ് ഓഫീസർമാർ ഇവിടെ ADM ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു DMO ഉൾപ്പെടെയുള്ള ആളുകളുടെ മെഡിക്കൽ സംഘം ഇവിടെ വന്ന് പരിശോധിച്ച് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ടും സമ്മതിക്കുന്നില്ല. എന്തോ മാനസികമായ പ്രയാസം പ്രശ്നം ആ സ്ത്രീക്കുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ വോട്ട് ചെയ്യാതെ ഇവരെ വിടുന്ന പ്രശ്നം ഞങ്ങൾ ഉദിക്കുന്നില്ല. ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, ഇവർക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത്. തുടർന്ന് ADM R മനോജ് സ്ഥലത്തെത്തി മാർഗനിർദ്ദേശം നൽകിയതനുസരിച്ച് സത്യവാങ്മൂലം എഴുതി വാങ്ങി 6:10 ബാൻഡേജ് ഇട്ട വിരലിൽ തന്നെ മഷി പതിപ്പിച്ച് അക്ഷയയെ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു പോളിംഗ് ഉദ്യോഗസ്ഥർ. എന്റെ ഈ കൈന്റെ ഇത് അഴിച്ചു മാറ്റണം എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് വിശ്വാസമാണില്ല എനിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത്. അവര് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അവര് വിശ്വസിക്കാനായിട്ട് തയ്യാറാവണില്ല. മേലുദ്യോഗസ്ഥരോട് വിളിച്ച് പറയിച്ചിട്ട് അവർ നേരിട്ട് ഇടപെട്ടിട്ടും അവര് ഒന്നിനും തയ്യാറായില്ല. ഇപ്പോൾ 6 മണി സമയം, ഇത്ര 1:30 വന്നാണ് ഞാൻ. ഇത്ര മണിക്കൂറിനുള്ളിലാണ് എനിക്കിത് ചെയ്യാൻ സാധിച്ചത്. ഇല്ല, ഇത് എനിക്കുള്ള അനുഭവം ആർക്കും ഉണ്ടാവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇവിടെ 1:30 വന്നാണ്. എൻ്റെ മോളും ഞാനും എൻ്റെ അച്ഛനും അമ്മയും വന്നതാണ്. അമ്മ തിരിച്ചു പോയി. ഞാനും എൻ്റെ അച്ഛനും 1:30 വന്നിട്ട് ഇതിപ്പോൾ 6 മണി സമയം. ഞാനും അച്ഛനും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. വിരലില്ലാത്തവർക്ക് മാത്രം മറ്റേ ഫിംഗറിൽ ഇത് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആള് പറഞ്ഞത്. മറ്റ് സഹപ്രവർത്തകരടക്കം മറ്റു പേരിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത് നിയമവിരുദ്ധമെന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളക്ടർ വിളിച്ച് പറയിക്കുന്നു പറഞ്ഞിട്ടും കളക്ടർ വന്നാലും എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്.
ഓഫീസർ. ഇത്ര മണിക്കൂർ വീഴ്ച നിന്നിട്ട് വോട്ട് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്ന് അറിയാത്തതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷിക്കും. TCV തൃശ്ശൂർ.